ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ 16. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറയുക. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സങ്കീർത്തനം 66:16. ഞങ്ങളുടെ സഭാരാധനയിലെ ഒരു മുഖ്യ ഭാഗമായിരുന്നു സാക്ഷ്യത്തിനുള്ള സമയം. ആ സമയത്ത് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ആളുകൾ പങ്കുവയ്ക്കുന്നു. ആൻറ്റി, അങ്ങനെയാണ് സിസ്റ്റർ ലാങ്ഫോർഡിനെ ഞങ്ങളുടെ സഭാ കുടുംബത്തിലുള്ളവർ വിളിച്ചിരുന്നത്. അവരുടെ സാക്ഷ്യങ്ങളിൽ ധാരാളം സ്തുതികൾ ഉൾക്കൊള്ളിക്കുമായിരുന്നു. അവരുടെ വ്യക്തിപരമായ രൂപാന്തര കഥ അവർ പങ്കുവെക്കുന്ന അവസരങ്ങളിൽ അവർ ആരാധനയുടെ നല്ലൊരു സമയം കവർന്നെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. തൻ്റെ ജീവിതം കൃപയോടെ മാറ്റിമറിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞു കവിയുമായിരുന്നു. അതുപോലെ 66-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ്റെ സാക്ഷ്യം. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ്റെ പ്രവൃത്തികളിൽ അത്ഭുതകരമായ രക്ഷാപ്രവർത്തനം, സംരക്ഷണം, പരിശോധനയും ശിക്ഷണവും ഉൾപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ ജനത്തെ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിൽ കലാശിച്ചു. യേശുവിലുള്ള മറ്റു വിശ്വാസികളുമായി നമുക്ക് പൊതുവായുള്ള ദൈവാനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ വ്യക്തിഗത യാത്രകളിൽ അതുല്യമായ കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ പ്രത്യേകമായി വെളിപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് കേൾക്കേണ്ട ആവശ്യമുള്ള മറ്റുള്ളവരുമായി അവ പങ്കിടുന്നത് പ്രയോജനകരമാണ്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ. അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ചിന്തിക്കുക. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ കൂടുതൽ എളുപ്പത്തിൽ പങ്കുവയ്ക്കാനാകും? മറ്റുള്ളവർ ദൈവത്തിൻ്റെ വിസ്മയകരമായ പ്രവൃത്തികൾ പങ്കുവയ്ക്കുന്നത് കേട്ടപ്പോൾ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രചോദനം ലഭിച്ചത്? ദൈവത്തിന് മഹത്വം.